അപ്പോൾ ജോംഷാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. കുറേ നാളായി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയതെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇത് വലിയ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലെങ്തി വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ചെറിയൊരു കുക്കിങ്ങും കുറച്ച് എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ മാത്രം വേണമെങ്കിൽ ഒരു കിച്ചൺ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ കഴിച്ച കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ 2 കുട്ടന്മാരിരിക്കണുണ്ട്. അപ്പോൾ അതിനെ ശരിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തിൽ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഒന്നുകൂടി പറയുകയാണേ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ എൻ്റെ പേര് ജോമിന കേട്ടോ. എല്ലാവരും ജോമി എന്നാണ് വിളിക്കുന്നത്. ജോമിനാന്ന് തീർത്ത് വിളിക്കാൻ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ പേര് തീർത്ത് വിളിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, 2 പിള്ളേർ, പിന്നെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് അച്ഛൻ, അമ്മയൊക്കെ ഉണ്ട്. ഞാൻ കുട്ടികൾ, മൂത്ത ആൾ 7th, രണ്ടാമത്തെ ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുകയാണ്. ഹസ്ബൻഡ് ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഞങ്ങൾക്ക് ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഞാനും വർക്ക് ചെയ്ത് പോണത്. പിന്നെ ചെറിയ രീതിയിൽ വരയുടെയൊക്കെ അസ്കിത ഉള്ളതുകൊണ്ട് അതും സൈഡിൽ കൂടി പോകുന്നുണ്ട്. പിന്നെ PSC എല്ലാ വീട്ടമ്മമാരെ പോലെയൊക്കെ PSC പോലെയുള്ള പല പരിപാടികളും ഉണ്ട്, സൈഡുണ്ട്. ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ടുണ്ട്. ജോമിന ലെനിൻ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അതിലിങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നതല്ലാണ്ട് യൂട്യൂബിൽ വലിയ ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും പറയും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമെന്ന് പറയുമെങ്കിലും എനിക്ക് ഭയങ്കര മടിയായിട്ടിരിക്കണോണ്ടാണ് ചെയ്യാത്തത്. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പോവുമായിരിക്കും. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്നാണ് എനിക്ക് തോന്നണത്. എല്ലാവരും സപ്പോർട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഫാമിലി എന്താണ്, ഞങ്ങളെന്താണെന്നൊന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂരയാണ് കിട്ടിയത്. ചൂരക്കേരാന്നൊക്കെയാണ് പറഞ്ഞത്. ചൂരയും കയരയും പലപ്പോഴും എനിക്ക് മാറിപ്പോവാറുണ്ട്. പക്ഷേ ചൂരയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. കേരയേക്കാളും ഇഷ്ടം ചൂരയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ കിട്ടുമ്പം ചില നേരം നമ്മൾ അച്ചാറൊക്കെ ഇടാറുണ്ട്. അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ. കുക്കിങ് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുക്കിങ്ങും ഈറ്റിങ്ങും ഒക്കെയാണ് കൂടുതലിഷ്ടം. കാരണം നമുക്കിപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് വരുമ്പം പകുതി ആശ്വാസമാണ്. അതെന്നെപ്പോലെ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരാശ്വാസം ഫുഡ് കഴിക്കുന്നതിലൂടെ കിട്ടാറുണ്ടെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചൂരക്കറിയാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. ചൂര വലിയതായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നടുവേ കീറി എടുത്തിട്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തല മാത്രം വെട്ടി ആദ്യം മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നടുക്കുന്ന മുള്ള് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെയൊക്കെയാണോ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ
അപ്പോൾ മീനിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യണ സമയത്ത് ഭയങ്കര മോശം മീനാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും, ചീഞ്ഞ മീനാണോ എന്നൊക്കെ സംശയം തോന്നും. പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് കറിയുടെ പാകത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ സ്വഭാവം മാറും എന്നതാണ് യാഥാർത്ഥ്യം. കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകാനെടുക്കുമ്പോഴും സൂക്ഷിച്ച്, മറ്റ് മീനുകൾ കഴുകുന്ന പോലെ ഇത് കഴുകാൻ ഇത്തിരി എന്താ പറയുക, ഉടഞ്ഞു പോകണമെന്ന് തോന്നും. ഫ്രഷ് ആണെങ്കിൽ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് അത്രയ്ക്ക് ഫ്രഷ് മീനല്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ അതിനുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ മീനുള്ളത് മുഴുവനും ചമ്മന്തിയായി പോകുന്ന ഒരു പ്രത്യേകത ഈ മീനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിടയ്ക്ക് ഫസ്റ്റ് ടൈം ഇത് വൃത്തിയാക്കിയപ്പോൾ എനിക്ക് പറ്റിയതാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം അന്നേരം ചീഞ്ഞ മീനാന്ന് കരുതി ഞാൻ പകുതി എടുത്ത് കളഞ്ഞു. എനിക്കറിയില്ലായിരുന്നത്. പക്ഷേ കഴുകി അത് വൃത്തിയാക്കി കറിയാക്കി വന്നപ്പോഴത്തേക്കും അതിൻ്റെ മാംസം കട്ടിയായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ മറ്റു മീനുകൾ കഴുകുന്ന പോലെ ഭയങ്കരമായിട്ട് ഒലച്ചൊന്നും ഇത് കഴുകാൻ പറ്റത്തില്ല. സൂക്ഷിച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മാത്രമേ കഴുകത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് കഴുകി വാരി ഇങ്ങ് എടുക്കുക. വലിയതായിട്ടങ്ങ് ഉടയ്ക്കാൻ നിൽക്കരുത്. കഴുകി വാരി എടുക്കണം. പച്ചക്കറിയൊക്കെ കഴുകണ പോലെ വാരി എടുക്കണം. തേയ്ക്കാനൊന്നും നിൽക്കില്ല. ഞാനപ്പോൾ സാധാരണ അത് മുകളിലത്തെ അഴുക്ക് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാനതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏതൊരു ചാനലിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സമയമില്ല, പെട്ടെന്നില്ല. ഒരെണ്ണം നന്നായിട്ട് പൊളിക്കാൻ പറ്റി, ഒരെണ്ണം പിന്നെ ഇത് അഴുക്ക് കളഞ്ഞെടുക്കേണ്ടി വരും. മേളത്തെ ഒരു കുമ്മായം പോലെയെന്ന് പറയും ഇവിടെയൊക്കെ, കുമ്മായം പോലുള്ള ഭാഗം ഞങ്ങളത് അഴുക്കൊക്കെ കളഞ്ഞെടുത്ത് പിന്നെ പാത്രമൊക്കെ വൃത്തിയാക്കി വെച്ച് ഇനി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. പല ടൈപ്പ് ഉണ്ടാക്കും. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ മുളക് കറിയായിട്ടൊക്കെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് വീട്ടിലെപ്പോഴും തേങ്ങ അരച്ച കറിയാണ്. ഈ മീൻ പക്ഷേ കൂടുതലും മുളക് കറിയായിട്ട് വെക്കുന്നതാണ് കൂടുതലും ടേസ്റ്റി. തിരുവനന്തപുരം ഭാഗത്തൊക്കെ മുരിങ്ങാക്കോലൊക്കെ ഇട്ട് വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പോവില്ല. കാരണം ഞങ്ങൾ കുടംപുളി എന്ന് പറയും, കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. കുടംപുളി ഇട്ട് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാനും സാധ്യതയില്ല. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് പറ്റിച്ച് വയ്ക്കും. അപ്പോൾ മീനിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പോൾ തേങ്ങ ആവശ്യത്തിന് വേണ്ട തേങ്ങ അരിഞ്ഞെടുക്കുവാണേ. തേങ്ങ ചിരണ്ടുന്നതിനേക്കാൾ എളുപ്പം അരിഞ്ഞെടുത്ത് ഒരു കറക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ. പണ്ടത്തെ പോലെ ചിരകിയിരിക്കാനൊന്നും സമയമില്ല. മാത്രമല്ല ഞാൻ കറി വയ്ക്കുന്ന ടൈമും അധികം സമയമില്ല ഇനി ഊണെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ഇതിൽ ഞാൻ അരിഞ്ഞ് കഴുകിയെടുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് പോയി. സവാള ഉള്ളിയൊക്കെ നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തേങ്ങയും സവാളയും ഒക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ട് മീൻ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ കറിക്ക് പെട്ടെന്നാകാനും ഇത്തവണ ഞാൻ മുളകൊക്കെ കൂട്ടിയിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ ആ മുളകിൻ്റെ പിന്നെ മുളകിടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടി കൂട്ടിയാണ് അരച്ചത്. സാധാരണ ഇങ്ങനെയല്ല ഞാൻ കറി വയ്ക്കാറ്. പക്ഷേ ഇത്തവണ എന്തോ അങ്ങനെ എടുക്കാൻ തോന്നി. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കറി വയ്ക്കാൻ തുടങ്ങുകയാണ്. പുളിയൊക്കെ പിടിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുത്താൽ മതി. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടിട്ട് വയ്ക്കണം. അപ്പോഴത്തേക്കും മീനിൻ്റെ പരിപാടിയൊക്കെ ഓക്കെ. സാധാരണ ഇപ്പോൾ പെട്ടെന്ന് മീൻ കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉള്ളിയും സവാളയും ഒക്കെ റെഡിയാക്കി തേങ്ങയൊക്കെ അരച്ച് താളിച്ച് അടപ്പത്തോട്ട് വെച്ച്
കുറച്ച് വെള്ളം അധികം ഒഴിച്ച് തിളപ്പിക്കാൻ ഇങ്ങനെ വെച്ചതിന് ശേഷമായിരിക്കും മീൻ വെട്ടുക. അപ്പോൾ തിളച്ച് പുളിയൊക്കെ പിടിച്ച് ചാറ് നല്ല ടേസ്റ്റായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മീൻ വെട്ടി അങ്ങ് ചേർത്താൽ മതി. വെട്ടി കഴുകി വരുമ്പോഴത്തേക്കും അത് നല്ലോണം തിളച്ച് പറ്റിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും അത് ചേർത്ത് വേണേൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്നും കൂടി പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കറിയായിട്ട് കിട്ടും. ചില നേരങ്ങളിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ പോലെ തന്നെ ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോ ടൈപ്പ് അന്നേരം എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതേപോലെ കറി വയ്ക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും കമൻസൊക്കെ ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലും പറയണേ. അപ്പോൾ ഇതൊക്കെ കഴുകി മിക്സിയൊക്കെ കഴുകി ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചേക്കുവാണേ. അപ്പോൾ മീനൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തു. കുറച്ചെടുത്ത് വറുക്കാൻ വെച്ചു. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മുളകും കാര്യങ്ങളൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ വറുത്തതിന് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കറിക്ക് മീനൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു. ചൂട് കയറി കഴിഞ്ഞാൽ ഈ മീനിന് നമുക്കൊന്നും പേടിക്കണ്ട, കാരണം ഉടഞ്ഞു പോവുകയൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ല നല്ല കറിയായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വ്ളോഗിൽ ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ചോറും കൊടുത്തിട്ട് വേണം വേറെ പരിപാടിയിലേക്ക് പോകാൻ. അപ്പോൾ വേറെ അധികമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ കിച്ചൺ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. കുറച്ച് ഇന്നലെ വാങ്ങിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചൂടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അത് ആവിയേറ്റാൻ വെച്ചു. അതിന് ശേഷം മീൻ കറിയും കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. സൂപ്പറായിരുന്നു മീൻ കറി കേട്ടോ. എനിക്കിതിൻ്റെ തല തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഉണ്ടായിരുന്നത് വറുക്കാനും വെച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര